ഹായ് എവ്രി വൺ, എൻ്റെ പേര് ബിന്ദു. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, ബിന്ദുസ് ഫുഡ് സ്റ്റോറി എന്നാണ് അതിൻ്റെ പേര്. എനിക്കൊരു ഫുഡിൻ്റെ ഇതായിട്ടുള്ളൊരു പിന്നെ പേജുണ്ട്. പിന്നെ ഫുഡിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു പിന്നെ ഇൻസ്റ്റാ പേജുണ്ട്. ഞാൻ എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ എന്താ ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാം, ഫുഡാണ് ഉണ്ടാക്കാൻ ഇഷ്ടമെന്ന്. അതെന്നെ കണ്ടാലും പറയും. അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് സെർവ് ചെയ്യുക. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം. പിന്നെ കുട്ടിക്കാലത്ത് തന്നെ വീട്ടിൽ അച്ഛൻ്റെ ഫ്രണ്ട്സും പിന്നെ റിലേറ്റീവ്സും ഒക്കെ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കലൊരു പതിവാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അമ്മയും എല്ലാവരും ഉണ്ടാക്കണത് കണ്ടിട്ട് അതിങ്ങനെ ശീലമായി. അങ്ങനെ ഫുഡ് ഉണ്ടാക്കണ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് എനിക്കൊരു ഇഷ്ടമായി. പിന്നെ അതിൻ്റെ ഒരു ഹോബിയായി. കോവിഡിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയത്. അതിലാണ് ഞാൻ എൻ്റെ ഫുഡിൻ്റെ കുറച്ചായിട്ട് വീഡിയോസും ഒക്കെ ഇടാൻ തുടങ്ങിയത്. അങ്ങനെ കോവിഡിന് ശേഷം ഞാൻ പിന്നെ ഒരു ചെറിയ കേറ്ററിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് നന്നായി പോയിരുന്നു. അത് കുറച്ച് കാലം നന്നായി മുന്നോട്ട് പോയിരുന്നു. വനിതേൻ്റെ പാചകം എന്ന് പറയുന്നതിലൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ ഫോട്ടോസും എൻ്റെ ഫുഡിൻ്റെ ഇതും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ പ്രാവശ്യം. കുറേ വിഷുവിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെയും കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. കോഴിക്കൊത്ത് ഉറവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് സാഗോ പായസം, അങ്ങനെ കുറേ പിന്നെ പഴുത്ത മാങ്ങ പുളിശ്ശേരി, പഴുത്ത മാങ്ങ പച്ചടി, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ പാലക്കാട്ടുകാരുടെ പിന്നെ നമ്മളുടെ എന്താ പറയുക, മുളകാ പച്ചടി എന്നുള്ളത് പറയുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാനൊരു പാലക്കാട് ബേസ്ഡാണ്. അമ്മ പാലക്കാട്ടുകാരിയാണ്, പിന്നെ അച്ഛൻ കോഴിക്കോടും. അപ്പോൾ അങ്ങനെ മിക്സ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വയ്യാണ്ടായത്. എനിക്ക് ഒരു സ്ട്രോക്ക് വന്നു. അപ്പോൾ കംപ്ലീറ്റായിട്ട് ഇത് വിട്ടു. പിന്നെ മെൻ്റലി ഫിസിക്കലി ആകെ വയ്യാണ്ടായി. അങ്ങനെ ഇത് കംപ്ലീറ്റായിട്ട് വിട്ടു. ഒന്നും ചെയ്യാൻ വയ്യാണ്ടായി. എല്ലാം ഡിപ്പെൻഡായി എല്ലാവരുടെയും കൂടെ. അപ്പോൾ എനിക്ക് ഇത് വിട്ടപ്പോൾ ഭയങ്കര സങ്കടമായി, ഒന്നും ചെയ്യാണ്ടായപ്പോൾ. പിന്നെ വിചാരിച്ചു ഒന്ന് വീണ്ടും ചെയ്യാം. ഞാനിപ്പോഴും ഒരു 90% ഒക്കെ ആയിട്ടുള്ളൂ. 90% ആയിട്ടൊന്നും പറയാം, കഷ്ടി. 100% ആയിട്ടില്ല. എന്നാലും നമുക്ക് ചെയ്ത് തുടങ്ങാം എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ 1.5 വർഷമായി മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്കൊരു മോളെ കിട്ടിയിട്ട് ഇപ്പോൾ 9 വർഷമായി. മോളും മോനും ഒരു കോളേജിലാണ് പഠിച്ചത്. അവർ 9 വർഷമായിട്ട് സ്നേഹിച്ചിരുന്നവരായിരുന്നു. ഇപ്പോൾ എൻ്റെ മോളായി വീട്ടിലേക്ക് വന്നിട്ട് 1.5 വർഷമായിട്ടേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു മോളെ കൂടി കിട്ടി. എനിക്കൊരു മോന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു മോളും കൂടിയായി എനിക്ക്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ രണ്ടാമതും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇരിക്കെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഏലും മാലും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു വീഡിയോ എടുത്തത് തുടങ്ങാം അമ്മേ എന്ന് മോള് പറയുകയാണ് ചെയ്തത് എൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഞാൻ ഇത് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. പിന്നെ എന്നെ
മുമ്പ് എങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നോ അതുപോലെ തന്നെ ഈ പുതിയ തുടക്കത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും പുതിയ വീഡിയോസും എല്ലാം നിങ്ങൾ കാണണം, പരീക്ഷിക്കണം, അഭിപ്രായങ്ങൾ പറയണം. എല്ലാം നിങ്ങൾ എന്താ പറയുക, എനിക്ക് സപ്പോർട്ടീവായിട്ടും എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന പോലെ തന്നെ ഇനിയും ഉണ്ടാവണം. അപ്പോൾ നമുക്കിനി വീണ്ടും നമുക്ക് ഇതിലൂടെ കാണാം, യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും നമുക്ക് വീണ്ടും ഇനി കാണാം. ബൈ ബൈ.